ഹായ് സ്റ്റുഡൻസ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രോസസ് കൺട്രോൾ ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. എന്താണ് പ്രോസസ് കൺട്രോൾ ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് നോക്കാം. പ്രോസസ് കൺട്രോൾ ഈസ് ഹൗ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാനേജ് ദ ലൈഫ് സൈക്കിൾ, എക്സിക്യൂഷൻ ആൻഡ് റിസോഴ്സ് ഓഫ് എ പ്രോഗ്രാംസ് റണ്ണിങ് ഓൺ ദി കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോസസ്സിൻ്റെ ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ്, അതേപോലെ തന്നെ എക്സിക്യൂഷൻ ആൻഡ് റിസോഴ്സസ്, ഇതിനൊക്കെ എന്ത് ചെയ്യുക കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പ്രോസസ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെങ്ങനെ പോസിബിൾ ആക്കുന്നത്? ദ OS ട്രാക്ക് ഈച്ച് പ്രോസസ് യൂസിങ് എ യുണീക്ക് ഡാറ്റ സ്ട്രക്ചർ കോൾഡ് പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. OS എന്ത് ചെയ്യുക, ഈച്ച് പ്രോഗ്രാമിനെ ട്രാക്ക് ചെയ്യും. നമുക്ക് കുറേ ഈച്ച് പ്രോഗ്രാമിന് ഒരു ID കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എന്തിൻ്റെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, ഈ എങ്ങനെ ട്രാക്ക് ചെയ്യുന്നത്? നമ്മൾ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് PCB യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ ട്രാക്ക് ചെയ്യുന്നത്. വിച്ച് ആക്ട് ആസ് എ പ്രോസസ് ഐഡൻറ്റിഫിക്കേഷൻ കാർഡ്. അതൊരു പ്രോസസ് ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത് അറിയാം. ഒരു കാർഡാകുമ്പോൾ അതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവുമല്ലോ. അതേപോലെ ഒരു പ്രോസസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തുണ്ടാവും, പ്രോസസ് കൺട്രോൾ ബ്ലോക്കിലായിരിക്കും ഉണ്ടാവുക. അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ട്രാക്ക് ചെയ്യുന്നത് എന്നർത്ഥം. ഇനി ഫങ്ഷൻ ഓഫ് പ്രോസസ് കൺട്രോൾ. ഒരു പ്രോസസ് കൺട്രോളിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. പ്രോസസ് ക്രിയേഷന്, പ്രോസസ് ഷെഡ്യൂളിങ്, അല്ലേ, ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുക, പ്രോസസ്സിനെ ഷെഡ്യൂൾ ചെയ്യുക, പ്രോസസ് സിൻക്രണൈസ് ചെയ്യുക, അതേപോലെ തന്നെ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻസ്, അതേപോലെ തന്നെ കണ്ടെക്സ്റ്റ് സ്വിച്ചിങ്, പ്രോസസ് ടെർമിനേഷൻ, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഒരു പ്രോസസ് കൺട്രോളിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡ്സ് ഓഫ് എക്സിക്യൂഷനാണ്. മോഡ്സ് ഓഫ് എക്സിക്യൂഷൻ ഡിഫൈൻ ദ പ്രിവിലേജ് ലെവൽ ഇൻ വിച്ച് എ പ്രോഗ്രാം ഓർ പ്രോസസ് ഓപ്പറേറ്റ്സ് ഇൻ കമ്പ്യൂട്ടർ സിസ്റ്റം. ഓക്കെ, മോഡ് ഓഫ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവിലേജ് ലെവലാണ്. ഓക്കെ, മെയിനായിട്ട് എന്ത് ചെയ്യുക, 2 എക്സിക്യൂഷൻ മോഡ്സ് ആണുള്ളത്. ബേസ്ഡ് ഓൺ ദ സെക്യൂരിറ്റി ആൻഡ് കൺട്രോൾ ആക്സസ് ഓഫ് ഹാർഡ്വെയർ റിസോഴ്സസ്. ഇതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മെയിനായിട്ട് 2 കാറ്റഗറി ഉള്ളത്. അത് ഏതാണെന്നുള്ളത് നോക്കാം. ടൈപ്പ് ഓഫ് എക്സിക്യൂഷൻ മോഡ്സ്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ മോഡാണ്. യൂസർ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദിസ് മോഡ് യൂസർ ആപ്ലിക്കേഷൻ എക്സിക്യൂട്ട്. അപ്പോൾ ഇവിടെ യൂസർ ആയിരിക്കും എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ എക്സിക്യൂട്ട് ചെയ്യാം, റൺ ചെയ്യാം. ആക്സസ് ടു ഹാർഡ്വെയർ ആൻഡ് സിസ്റ്റം റിസോഴ്സസ് റിസ്ട്രിക്റ്റഡ്. യൂസർ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഹാർഡ്വെയർ ആയിട്ടും അതേപോലെ തന്നെ സിസ്റ്റം റിസോഴ്സസൊക്കെ ആക്സസ് ചെയ്യാനുള്ളത് ഒരു റിസ്ട്രിക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, പരിമിതികളുണ്ടായിരിക്കും, കുറവുണ്ടായിരിക്കും. അതേപോലെ തന്നെ കനൗട്ട് ഡയറക്റ്റ്ലി എക്സിക്യൂട്ട് പ്രിവിലേജ്ഡ് ഇൻസ്ട്രക്ഷൻസ്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് പ്രിവിലേജ്ഡ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കില്ല. ഉദാഹരണം പറയാന്ന് വെച്ചെങ്കിൽ വെബ് ബ്രൗസിങ്, അല്ലേ, മീഡിയ പ്ലെയർ, ടെക്സ്റ്റ് എഡിറ്റർ, ഇതൊക്കെ എന്ത് ചെയ്യുക, അതിന് എക്സാമ്പിളാണ് യൂസർ മോഡ് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ യൂസർ മോഡിൽ വരുന്ന ഇതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. രണ്ടാമത്തെ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേർണൽ മോഡാണ്. കേർണൽ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇൻ ദിസ് മോഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോർ എക്സിക്യൂട്ടേഴ്സ്. ഇവിടെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്, പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഹാസ് ഫുൾ ആക്സസ് ടു ഹാർഡ്വെയർ ആൻഡ് മെമ്മറി. അതുകൊണ്ട് തന്നെ ഹാർഡ്വെയർ കേർണൽ ആയതുകൊണ്ട് എന്ത് ചെയ്യുക, ഹാർഡ്വെയർ ആയിട്ടും മെമ്മറി ആയിട്ടും എന്ത് ചെയ്യുക, ഫുൾ ആക്സസ് ആയിരിക്കും. യൂസർക്ക് എന്താണ്, റെസ്ട്രിക്റ്റഡ് ആക്സസ് ആയിരിക്കും ഉണ്ടായിരുന്നത്. ക്യാൻ എക്സിക്യൂട്ട് ഓൾ പ്രിവിലേജ്ഡ് ഇൻസ്ട്രക്ഷൻസ്. എല്ലാ പ്രിവിലേജ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും എന്ത് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അത് യൂസർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി ഒന്നുകൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കോളം രൂപത്തിലൂടെ കൊടുത്തിട്ടുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ യൂസർ മോഡ് ആൻഡ് കേർണൽ മോഡ്. അപ്പോൾ യൂസർ മോഡുണ്ട്, കേർണൽ മോഡുണ്ട്. ലിമിറ്റഡ് ആക്സസ് ആയിരിക്കും യൂസർക്ക് ഉണ്ടായിരിക്കുക, കേർണലിന് എന്താവും, ഫുൾ ആക്സസ് ആയിരിക്കും ഉണ്ടാവുക. റൺസ് യൂസർ ആപ്ലിക്കേഷൻ ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുക, റൺസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് റൺ ചെയ്യുക. കനോട്ട് ആക്സസ് ഹാർഡ്വെയർ ഡയറക്റ്റ്ലി. യൂസർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാർഡ്വെയർ ആയിട്ട് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. കേർണലിന് എന്ത് ചെയ്യുക, പോസിബിളാണ്. മോർ സെക്യൂരിറ്റി, അല്ലേ, എല്ലാം ആക്സസ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളോ ഉണ്ടാവില്ല. മോർ സെക്യൂർ ആയിരിക്കും. അതായത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആക്സസ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റില്ല. സെക്യൂർ ആയിരിക്കും. അല്ലെങ്കിൽ ഹാർഡ്വെയർ ഓരോ കോമ്പണൻസിനെ നമുക്ക് ആക്സസ് ചെയ്യാന്ന് വെച്ചെങ്കിൽ ഭയങ്കര സെക്യൂരിറ്റി ഇതുണ്ടായിരിക്കും. പക്ഷേ പുറത്തെന്താണ്, ലെസ് റിസ്ട്രിക്ഷൻസ്. ഹാർഡ്വെയർ തന്നെ ഡയറക്റ്റ് ആക്സസ് ചെയ്യുക. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഇതൊന്നും ഉണ്ടാവില്ല, ഒരു തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് പ്രോസസ്സ് ആൻഡ് മോഡ് സ്വിച്ചിങ് ആണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ഓക്കെ.